Welcome to Ruth Johnson's English Speaking Classes Episode 3. ഇംഗ്ലീഷ് ചിട്ടയായും ക്രമമായും ലളിതമായി പഠിക്കാം. നമ്മളെല്ലാവരും പ്ലാനുകൾ ഉണ്ടാക്കാറുണ്ടല്ലേ? ഒരു റിസൾട്ട് വന്നാൽ ഉടനെ ചോദിക്കും, ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ആരെങ്കിലും വിദേശത്തു നിന്ന് വന്നാലോ ആദ്യം ചോദിക്കുന്നത്, എപ്പോഴാ തിരിച്ചു പോകുന്നത്? ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതൊക്കെയാണ്. ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം അല്ലെങ്കിൽ ചോദിക്കാം. പല രീതിയിൽ നമുക്കിത് പറയാൻ പറ്റുമേ. ഇന്ന് നമ്മൾ ഇത് പറയാനുള്ള 3 രീതിയാണ് പഠിക്കാൻ പോകുന്നത്. അതുപോലെ ചോദ്യം ചോദിക്കാനും നമ്മൾ പഠിക്കും. അപ്പൊ അവസാനം വരെ കാണുക. ഓക്കെ, ഷാൽ ഐ സ്റ്റാർട്ട് ദ ക്ലാസ്? ക്ലാസ് തുടങ്ങട്ടെ. ഫസ്റ്റ്, കീപ് യുവർ നോട്ട്ബുക്ക് ആൻഡ് പെൻ റെഡി. അതായത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതൊക്കെ കുറിച്ചു വെക്കുകയും ഉറക്കെ പറഞ്ഞു പഠിക്കുകയും വേണം. യു വിൽ നീഡ് ദീസ് സെന്റൻസസ് ബിക്കോസ് ദേ ആർ കോമൺ സെന്റൻസസ്. നിങ്ങൾക്ക് ഈ സെന്റൻസസ് ആവശ്യം വരുവേ, കാരണം ഇത് കോമൺ സെന്റൻസസ് ആണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഓക്കെ, നൗ ലിസൺ. ഇമാജിൻ യു ആർ ഇൻ ദ ഓഫീസ്. അപ്പൊ നിങ്ങൾ ഓഫീസിലാണ്. യുവർ ബോസ് ഇസ് ആസ്കിങ് യു. ബോസ് നിങ്ങളോട് ചോദിക്കുക, ഹൂ വിൽ ബൈ ദ ഗിഫ്റ്റ് ഫോർ ദ സ്റ്റാഫ്? സ്റ്റാഫിനുള്ള ഗിഫ്റ്റ് ആര് വാങ്ങിക്കും? ഹൗ വിൽ യു ആൻസർ? എങ്ങനെ ഉത്തരം പറയും? ഐ വിൽ ബൈ ദ ഗിഫ്റ്റ് ഫോർ ദ സ്റ്റാഫ്. ഞാൻ വാങ്ങിക്കും. വാങ്ങുന്നതിനുള്ള വേർഡ് ബൈ ആണല്ലോ. ഇവിടെ വാങ്ങിക്കുമെന്ന, അതായത് വരാൻ പോകുന്ന കാര്യമാണത്. അതിനുവേണ്ടി നമ്മൾ പറയേണ്ടത് വിൽ ബൈ എന്നാണ്. ഹൂ വിൽ ബൈ? ഐ വിൽ ബൈ. ഇതാണ് ഫ്യൂച്ചറിലെ കാര്യം പറയാനുള്ള ഫസ്റ്റ് സ്റ്റൈൽ. വിൽ ചേർക്കണം. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, ഹൗ വിൽ യു ഗോ ടു ദ ഷോപ്പ്? ഷോപ്പിൽ എങ്ങനെ പോകും? ഐ വിൽ ഗോ ടു ദ ഷോപ്പ് ബൈ ബൈക്ക്. ഞാൻ ബൈക്കിൽ പോകും. ഷോപ്പിന്റെ അടുത്താണ് വല്യമ്മച്ചിയുടെ വീട്. അപ്പോൾ നിങ്ങൾ അമ്മയെ വിളിച്ചിട്ട് പറയാണ്, മോം, ഐ ആം വിസിറ്റിംഗ് ഗ്രാൻഡ്മ ഇൻ ദ ഈവനിങ്. അമ്മേ, ഞാൻ വല്യമ്മച്ചിയുടെ അടുത്ത് വൈകിട്ട് പോകും. ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ വിൽ യൂസ് ചെയ്തില്ല. അതിനു പകരം ഐ ആം വിസിറ്റിംഗ് എന്നാ പറഞ്ഞത്. ഇതാണ് സെക്കൻഡ് സ്റ്റൈൽ. ഐ വിൽ വിസിറ്റ് ഗ്രാൻഡ്മ എന്നും പറയാം, അല്ലെങ്കിൽ ഐ ആം വിസിറ്റിംഗ് ഗ്രാൻഡ്മ ഇൻ ദ ഈവനിങ് എന്നും പറയാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഐ ആം വിസിറ്റിംഗ് ഗ്രാൻഡ്മ എന്ന് മാത്രം പറഞ്ഞാലേ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക എന്ന് തോന്നും. അപ്പോൾ അതിൻ്റെ കൂടെ ഈവനിങ്, ഇൻ ദ ഈവനിങ് എന്ന് ചേർത്താലേ മനസ്സിലാകൂ പിന്നീട് പോകുന്ന കാര്യമാണെന്ന്. അപ്പോൾ 2 രീതി പഠിച്ചല്ലോ. 1, ഐ വിൽ വിസിറ്റ് ഗ്രാൻഡ്മ. 2, ഐ ആം വിസിറ്റിംഗ് ഗ്രാൻഡ്മ ഇൻ ദ ഈവനിങ്. ഇനി അടുത്ത രീതി പറയാം. ഐ ആം ഗോയിങ് ടു വിസിറ്റ് ഗ്രാൻഡ്മ. അപ്പോൾ ഫ്യൂച്ചറിൽ നടക്കാനുള്ള കാര്യം 3 രീതിയിൽ പറയാം. ഐ വിൽ വിസിറ്റ് ഗ്രാൻഡ്മ, ഐ ആം ഗോയിങ് ടു വിസിറ്റ് ഗ്രാൻഡ്മ, ഓർ ഐ ആം വിസിറ്റിംഗ് ഗ്രാൻഡ്മ ഇൻ ദ ഈവനിങ്. ഇനി ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിലോ, വിൽ യു വിസിറ്റ് ഗ്രാൻഡ്മ? നിങ്ങൾ ഗ്രാൻഡ്മയെ വിസിറ്റ് ചെയ്യുമോ? യെസ്, ഐ വിൽ വിസിറ്റ് ഗ്രാൻഡ്മ. ഇത് ഷോർട്ടായിട്ടും പറയാമേ. വിൽ യു വിസിറ്റ് ഗ്രാൻഡ്മ? യെസ്, ഐ വിൽ. ഇത്രയും പറഞ്ഞാലും മതി. ഇനി നോ പറയണമെങ്കിലോ, വിൽ യു വിസിറ്റ് ഗ്രാൻഡ്മ? നോ, ഐ വോണ്ട്. ഐ വിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് ഐ വോണ്ട്. നമുക്ക് സ്റ്റൈലിൽ സംസാരിക്കണ്ടേ? അപ്പോൾ നോ, ഐ വോണ്ട് എന്ന് പറഞ്ഞ് ശീലിക്കാം. വെൻ ആർ യു വിസിറ്റിംഗ് ഗ്രാൻഡ്മ? എപ്പോഴാണ് ഗ്രാൻഡ്മയെ വിസിറ്റ് ചെയ്യുന്നത്? ഐ ആം വിസിറ്റിംഗ് ഗ്രാൻഡ്മ ഇൻ ദ ഈവനിങ്. വിത്ത് ഹൂം ആർ യു വിസിറ്റിംഗ് ഗ്രാൻഡ്മ? നീ ആരുടെ കൂടെയാ വിസിറ്റ് ചെയ്യുന്നത്? ഐ ആം വിസിറ്റിംഗ് ഗ്രാൻഡ്മ വിത്ത് മൈ ഫ്രണ്ട്. ഫ്രണ്ടിൻ്റെ കൂടെ. അല്ലെങ്കിൽ വിത്ത് ഹൂം ആർ യു ഗോയിങ് ടു വിസിറ്റ്? ഐ ആം ഗോയിങ് ടു വിസിറ്റ് ഗ്രാൻഡ്മ വിത്ത് മൈ ഫ്രണ്ട്. അപ്പോൾ 3 രീതി പഠിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ 3 രീതി ഉണ്ടെങ്കിലും ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. വളരെ ഒഫീഷ്യലാണ്, ഫോർമലായിട്ടുള്ള കോൺവെർസേഷൻ ആണെങ്കിൽ നമ്മൾ വില്ല് തന്നെ യൂസ് ചെയ്യണം. അതായത് ഫസ്റ്റ് രീതിയിൽ ബോസിനോട് സംസാരിച്ചപ്പോൾ നമ്മൾ വില്ലല്ലേ യൂസ് ചെയ്തത്. അപ്പോൾ വില്ലിൻ്റെ കുറച്ച് എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. വെൻ വിൽ ദ മീറ്റിംഗ് സ്റ്റാർട്ട്? The meeting will start at 10 AM. ഇനി ഒഫീഷ്യൽ അല്ലെങ്കിലും വിൽ യൂസ് ചെയ്യാമേ.
ഇനി പറയാൻ പോകുന്ന എക്സാമ്പിൾസ് അങ്ങനെയുള്ളതാണ്. ഫ്രണ്ടിനെ വഴി വെച്ച് കണ്ടു, അപ്പോൾ പറയും ഐ വിൽ ഡ്രോപ്പ് യു അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഞാൻ നിങ്ങളെ ബസ് സ്റ്റോപ്പിൽ വിടാം. ഐ വിൽ ഡ്രോപ്പ് യു തന്നെയാണ് ഐ വിൽ ഡ്രോപ്പ് യു. അപ്പോൾ സ്റ്റൈലിൽ പറയണമെങ്കിൽ ഐ വിൽ ഡ്രോപ്പ് യു അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഇങ്ങനെ പറയാം. ഹോട്ടലിൽ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യണം, എങ്ങനെ പറയും? ഐ വിൽ ഹാവ് എ ഫ്രൈഡ് റൈസ്. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുക, അപ്പോഴോ വിൽ ദേ ബി ലേറ്റ്? ദേ വോണ്ട് ബി ലേറ്റ്, ദേ വിൽ ബി ഓൺ ടൈം. അവർ ലേറ്റ് ആകുമോ? അവർ ലേറ്റ് ആവത്തില്ല, അവർ കൃത്യസമയത്തെത്തും. അപ്പോൾ ഒരു കാര്യം പഠിച്ചല്ലോ, ഫോർമൽ, ഇൻഫോർമൽ, പ്ലാൻഡ്, അൺപ്ലാൻഡ്, ഏത് സിറ്റുവേഷനിലും വില്ല് ചേർക്കാം. ഇനി പറയാൻ പോകുന്ന എക്സാമ്പിളൊക്കെ ഒന്ന് നോക്കിക്കേ. അവിടെയെല്ലാം വിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ബാക്കി 2 ഓപ്ഷൻസും ഇവിടെ പറ്റും. ഇവിടെ പ്ലാൻഡ് ആണ്, പക്ഷെ ഇൻഫോർമൽ ആണ്. വി ആർ ഗോയിങ് ടു മീറ്റ് അറ്റ് ദ മോൾ. ഞങ്ങൾ മോളിൽ കണ്ടുമുട്ടും. ഇതൊരു അറേഞ്ച്മെൻ്റ് ആണ്, പക്ഷെ ഫോർമൽ അല്ല. ഐ ആം ഗോയിങ് ടു എക്സസൈസ് എവറി ഡേ. പേഴ്സണൽ ഇൻറ്റൻഷൻ അല്ലേ? വി ആർ ഫ്ലൈയിങ് ടു UK in November. They are having a party on Sunday night. Again, planned events. ഇതെല്ലാം ഇൻഫോർമൽ ആൻഡ് പ്ലാൻഡ് ആണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഏത് സിറ്റുവേഷനിലും ഫ്യൂച്ചർ ടെൻസിൽ വിൽ യൂസ് ചെയ്യാം. എന്നാൽ ഇൻഫോർമൽ ആണ്, പക്ഷേ പ്ലാൻഡ് ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് രീതിയിലും പറയാം. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാം? ഈസ് ഷീ ഗോയിങ് ടു വർക്ക്? യെസ് ഷീ ഈസ്. നോ ഷീ ഈസ് നോട്ട്. Where is she going to work? She is going to work in an office. Is Vicky joining us for dinner? Vicky നമ്മുടെ കൂടെ ഡിന്നറിന് കൂടുന്നുണ്ടോ? Yes, he is. No, he is not. ഇന്നത്തെ ക്ലാസ് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്കുള്ള ഹോംവർക്ക്. നാളെ നിങ്ങൾ മാർക്കറ്റിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇന്ന സമയത്ത് പുറപ്പെടും, ഇന്നയാളെ കാണും, ഇന്ന സാധനം വാങ്ങിക്കും എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. സെന്റൻസ് ഉണ്ടാക്കാൻ പ്രയാസമാണെങ്കിൽ എപ്പിസോഡ് 2 നിന്നും ക്ലൂ കിട്ടും. അവിടെ സ്റ്റാർട്ടഡ് എന്നാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വിൽ സ്റ്റാർട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഗോയിങ് ടു സ്റ്റാർട്ട് എന്നൊക്കെ പറയേണ്ടി വരും. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ഡോണ്ട് ഗിവ് അപ്പ്, പിന്മാറരുതേ. അപ്പോൾ ഇനി നല്ല ഒരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയെങ്കിൽ ഫീൽ ഫ്രീ ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ക്ലാസ് മുടങ്ങാതെ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ടിൽ ദെൻ, പ്രാക്ടീസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ്. See you next time. Stay safe.